Hi all, welcome back to Reliant Institute of Technology. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻസ് വരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമ്മളിപ്പോൾ എല്ലാം ചെയ്ത അസംബ്ലീസിൽ എവിടെ സെക്കൻഡറി പാർട്സ് വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തു. നമ്മളിനി കോളം ചെയ്തിട്ടില്ല. നമുക്ക് കോളം ചെയ്യാനുണ്ട്. മെയിനാണ് കോളത്തിൻ്റെ അസംബ്ലി. അപ്പോൾ അസംബ്ലി ചെയ്യാനായിട്ട് നമുക്ക് തൽക്കാലം ഒരു കോളത്തിൻ്റെ ഇപ്പോൾ ചെയ്യാം. അപ്പോൾ ഏത് കോളമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗസറ്റ് പ്ലേറ്റ് വെർട്ടിക്കൽ ബ്രേസിൻ്റെ ഗസറ്റ് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന സ്ഥലത്ത്, ഇപ്പോൾ കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ടും വെബിലോട്ടും ഒരേ സ്ഥലത്ത് തന്നെ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ബീമിൻ്റെ ഈ ഒരു കോളത്തിൻ്റെ കണ്ടോ, ഈ രണ്ട് ഗസറ്റും ഒരേപോലെ വരുന്നത്. പക്ഷേ ഇപ്പുറത്തെ കോളത്ത് അങ്ങനെയല്ല. വെബിലോട്ട് വരുന്ന ബ്രേസ് ഇവിടെയാണ് നിൽക്കുന്നത്, പിന്നെ ഫ്ലാഞ്ചിലോട്ട് വരുന്ന ബ്രേസിൻ്റെ ഗസറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേളിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോളം തന്നെ ആദ്യം ചൂസ് ചെയ്യാം. രണ്ട് കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ടും വെബിലോട്ടും അടുപ്പിച്ച് വന്ന് നിൽക്കുന്ന ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്ന ആ ഗസറ്റിൻ്റെ കോളം സെലക്ട് ചെയ്യാം. പഴയ പോലെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഫാബ്രിക്കേഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞെടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ പാർട്സ് ഹൈഡ് ചെയ്തു. കോളം അപ്ലൈഡ് സെറ്റിങ്സ്, ഇവിടെ അപ്ലൈഡ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ കൊടുത്ത അപ്ലൈഡ് സെറ്റിങ്സ്, 3 ഐക്കൺ വരുന്നതിൽ അപ്ലൈഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡോക്യുമെൻറ്റ് മാനേജർ ഓപ്പൺ ചെയ്താൽ C1 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. കോളം വന്നു. കോളത്തിൻ്റെ ഡ്രോയിങ് നമ്മൾ കൊടുക്കുമ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള വെർട്ടിക്കലായിട്ട് വെക്കുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് അസംബ്ലി ഡ്രോയിങ് പ്രോപ്പർട്ടി എടുത്തു. വ്യൂവിൽ പോയി ആട്രിബ്യൂട്ട്സ് എടുക്കുക. ഇവിടെ 180 ഒന്നും തിരിക്കേണ്ട, അത് 0 തന്നെ വെക്കുക. കോർഡിനേറ്റ് സിസ്റ്റം ലോക്കൽ എന്നുള്ളത് മോഡലാക്കുക. മോഡലിൽ കിടക്കുന്ന പോലെ വരാനായിട്ട് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഡ്രോയിങ് ചേഞ്ച് ആയതുണ്ടോ. ഇനി ഇവിടെ സ്കെയിൽ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം. ഒരു 7 കൊടുത്ത് നോക്കാം. വന്നു. ഇനി നമുക്ക് ഇതിപ്പോൾ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ബോട്ടം വ്യൂ. നമുക്ക് ബോട്ടം വ്യൂവിൻ്റെ ആവശ്യം പ്രത്യേകിച്ച് വരുന്നില്ല. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഹോൾസുകൾ വല്ലതും ഫ്ലാഞ്ചിൽ ഹോൾസുകൾ വരുന്നുണ്ടെങ്കിൽ ആ ഹോൾസ് കാണിക്കാനായിട്ട് ഏത് സൈഡിലത്തെ വ്യൂ ആണോ, അതായത് ടോപ്പ് വ്യൂ ആണോ ബോട്ടം വ്യൂ ആണോ നോക്കിയിട്ട് നമ്മൾ അത് മാത്രം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ഹോളൊന്നും വരുന്നില്ല. ബോട്ടം വ്യൂ നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്തേക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ച് ഡ്രോയിങ് വ്യൂസ്. ബാക്കിയെല്ലാം നമ്മൾ മുന്നേ ചെയ്തതുപോലെ എല്ലാം ഫിക്സിങ് ഡയമെൻഷൻ എല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ കൊടുക്കുക. അതായത് ഓരോന്നിൻ്റെ ഇവിടെ ഗസറ്റൊക്കെ ഫിക്സ് ചെയ്യുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എല്ലാത്തിനും ഒരുമിച്ച് ഇങ്ങനെ പിക്ക് ചെയ്ത് പോവുക. പിന്നെ ഓരോന്നിനെ സെപ്പറേറ്റ് ഹൊറിസോണ്ടൽ, ഇതേപോലെ കമ്പൈൻ ആയിട്ടല്ല, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കോളത്തിൻ്റെ സെൻറ്ററിൽ, ടോപ്പ് വ്യൂവിൽ സെൻറ്ററിൽ നിന്ന് സെപ്പറേറ്റ് കൊടുക്കാം. സെൻറ്ററിൽ നിന്ന് എടുക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെയും സെൻറ്റർ ലൈൻ ഓൺ ചെയ്യാം. ഇവിടെയും ഫിക്സിങ് ഡയമെൻഷൻ എല്ലാം കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് വ്യൂവിൽ ഇതേപോലെ തന്നെ ഫിക്സിങ് ഡയമെൻഷൻ സെൻറ്റർ ലൈൻ ഓൺ ചെയ്ത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫിക്സിങ് ഡയമെൻഷൻ എല്ലാം കൊടുക്കുക. നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ സെക്ഷൻ കട്ട്, ഒരു എലിവേഷൻ വ്യൂവിൽ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ സെക്ഷൻ താഴോട്ട് വേണം നോക്കാൻ. ഇതേപോലെ താഴോട്ട് നോക്കണം. ഒരിക്കലും ഇങ്ങനെ മേളോട്ട് നോക്കുന്ന രീതിയിൽ കട്ട് ചെയ്യരുത്. നമ്മൾ താഴോട്ട് ഇങ്ങനെ നോക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. അത് നമ്മൾ കട്ട് ചെയ്യേണ്ട സെക്ഷൻസ് ഒക്കെ ഏതാണ് നമുക്ക് വേണ്ടത്, നമ്മളിത് ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യം തന്നെ ബേസ് പ്ലേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് കൊടുക്കണം. കോളത്തിൽ ആദ്യം കൊണ്ടുവന്ന് ബേസ് പ്ലേറ്റ് വെക്കുന്നു. അപ്പോൾ ഇവിടെ സെക്ഷൻ A എന്ന് പറഞ്ഞ് ബേസ് പ്ലേറ്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു സെക്ഷൻ കട്ട് ചെയ്യണം. അതിൽ നമുക്ക് ബേസ് പ്ലേറ്റ് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്നൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വന്നിട്ട് ഗസറ്റ് പ്ലേറ്റ്, ഈ കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ടും വെബിലോട്ടും വരുന്ന ഗസറ്റ് പ്ലേറ്റ് ഒറ്റ സെക്ഷനിൽ തന്നെ ഈ 2 ഗസറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ സെക്ഷൻ B എന്ന് പറയുന്നത് ഗസറ്റ് പ്ലേറ്റ്. സെക്ഷൻ C എന്ന് പറഞ്ഞ് കട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന പ്ലേറ്റ്, അതായത് ബീമിൻ്റെ കണക്ഷൻ പ്ലേറ്റ്, ഫിൻ പ്ലേറ്റ്. പിന്നെ ഇതിപ്പോൾ പാർട്ട് മാർക്ക് ഇവിടെ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് സെക്ഷൻ കട്ട് ചെയ്യണമെന്നില്ല. കാരണം എല്ലാ ഗസറ്റും നമ്മൾ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു കോമൺ സെക്ഷനിലൂടെ അത് നമുക്ക് കാണിക്കാൻ പറ്റും. കാരണം ഫിക്സിങ് ഡയമെൻഷനിൽ ഓൾറെഡി നമ്മൾ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചില കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ പറയും എവിടെ സെക്കൻഡറി പാർട്സ് സെപ്പറേറ്റ് പാർട്ട് മാർക്ക് വരുന്നുണ്ടോ അവിടെയൊക്കെ സെക്ഷൻ നിങ്ങൾ കട്ട് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എല്ലാം ഡിഫറെൻറ്റ് പാർട്ട് മാർക്സിലെല്ലാം സെപ്പറേറ്റ് സെക്ഷൻസ് കട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട, കോമൺ ആയിട്ടുള്ള സെക്ഷൻ കട്ട് ചെയ്താൽ മതി. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ബേസ് പ്ലേറ്റ്, B എന്ന് പറഞ്ഞാൽ ഈ 2 ഗസറ്റ് വരുന്നത്, C എന്ന് പറഞ്ഞത് ഈ ഫിൻ പ്ലേറ്റ്, പിന്നെ D എന്ന് പറയുന്നത് ഈ കാണുന്ന പ്ലേറ്റ് എങ്ങനെ വെക്കണം എന്നുള്ളത്. കാരണം ആ പ്ലേറ്റ് കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഫിക്സിങ് ഡയമെൻഷൻ കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ D എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോളത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി ചെയ്തേക്കുന്ന ഒരു ഡ്രോയിങ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്. ഇതിപ്പോൾ ടോപ്പ് വ്യൂവിൽ നമ്മൾ ഫിക്സിങ് ഡയമെൻഷൻ കൊടുത്തു. ഇവിടെ നിന്ന് ഗസറ്റിൻ്റെ തിക്നെസ്, പിന്നെ ഫിക്സിങ് ഡയമെൻഷൻ, ഇതെല്ലാം നമ്മളിങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ വന്നിട്ട് ഇതേപോലെ തന്നെ ഫ്രണ്ട് വ്യൂവിലും നമ്മൾ ഫിക്സിങ് ഡയമെൻഷൻ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, സെൻറ്റർ ലൈൻ ഓൺ ചെയ്ത് സെൻറ്ററിൽ നിന്ന് നമ്മളെല്ലാം പിക്ക് ചെയ്ത് കൊടുത്തു.
ഇനി ഇവിടെ വരുമ്പോൾ സെക്ഷൻ കണ്ടില്ലേ, ഒരു സെക്ഷൻ നമ്മളിവിടെ കട്ട് ചെയ്ത് ബേസ് പ്ലേറ്റ് കാണിക്കാനുള്ളത്. പിന്നെ ബി എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ടും വെബിലോട്ടും വരുന്ന ഗസറ്റ്. സി എന്ന് പറയുന്നത് ഫിൻ പ്ലേറ്റിൻ്റെ. പിന്നെ ഡി എന്ന് പറയുന്നത് ഇമെയിൽ. സെക്ഷൻ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ വേണം വരാനായിട്ട് സെക്ഷൻസ്. ഉണ്ടല്ലേ, നമ്മൾ ബേസ് പ്ലേറ്റിൽ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ഓവറോൾ ലെങ്ത്തും വിഡ്ത്തും കാണിക്കണം. പിന്നെ ഹോൾഡ് ഫിക്സിംഗ് ഡയമെൻഷൻ. പിന്നെ സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഗസറ്റ് പ്ലേറ്റ്, കോളത്തിലോട്ട് വരുന്ന ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഗസറ്റ്. ഈ ഗസറ്റ് രണ്ടും സെൻറ്ററിലാണെന്ന് കാണിക്കാൻ നമുക്ക് സെൻറ്റേർഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ വരുമ്പോൾ ഇതുണ്ട്, ഗസറ്റല്ല ഫിൻ പ്ലേറ്റ് മാറി നിൽക്കുന്നുണ്ട്. ആ മാറി നിൽക്കുന്ന ഡിസ്റ്റൻസ് നമ്മൾ കാണിക്കണം. കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്രയും മാറി നിൽക്കുന്ന സെൻറ്റർ ലൈൻ ഓൺ ചെയ്തിട്ട്. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഫിൻ പ്ലേറ്റ്, അതിൻ്റെയും എത്ര മാറി നിൽക്കുന്നു എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാണിക്കണം. സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ, ഇതിപ്പോൾ ഈ പ്ലേറ്റ് സെൻറ്ററിൽ കിടക്കുന്ന ഗസറ്റ്, അപ്പോൾ സെൻറ്റേർഡ് എന്ന് പറഞ്ഞ് മാർക്ക് അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടോ. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ സെൻറ്റേർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. കാരണം ഒരു സെക്ഷന് നമ്മൾ കോമൺ ആയിട്ട് ഗസറ്റിൻ്റെ ഒരു സെക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഗസറ്റ് PL15 എന്ന് പറഞ്ഞാൽ ഈ ഗസറ്റ് സെൻറ്ററിലാണോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ നമ്മൾ സെൻറ്റേർഡ് CTRD എന്ന് വെച്ചാൽ സെൻറ്റേർഡ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇത് ഈ ഡയറക്ഷനിൽ സെൻറ്ററിലാണ് വെക്കേണ്ടത്. പക്ഷേ ഈ പ്ലേറ്റ് സെൻറ്ററിൽ വെച്ചിട്ടില്ല PL12, കാരണം എന്താണ്, ഓൾറെഡി അത് സെൻറ്ററിൽ കിടക്കുന്നത് കാണാം അവർക്ക്. പക്ഷേ ഈ വ്യൂവിൽ വരുമ്പോൾ PL12 സെൻറ്റേർഡ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക, PL15 മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെയാണ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതെന്ന് കരുതുക. അപ്പോൾ ഇതേപോലെ പ്രോപ്പർട്ടി എടുക്കാം. ഏറ്റവും മേളിൽ പൊസിഷൻ എന്ന് പറഞ്ഞ് വന്നില്ലേ, ഇവിടെ ഈ പ്ലസ് ആഡ് ചെയ്ത് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ടെക്സ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ലൈൻ കാണുന്നുണ്ടോ, താഴോട്ട് വെക്കുക. അപ്പോൾ താഴെ വന്നില്ലേ, ഇനി ടൈപ്പ് ചെയ്ത് കൊടുക്കാം CTR ' D സെൻറ്റേർഡ് എന്ന് പറഞ്ഞ് വന്നാണ്ടോ, ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കോപ്പി പ്രോപ്പർട്ടി ചെയ്തിട്ട് ഇവിടെ ഈ ഗസറ്റിൽ ഇതേപോലെ മോഡിഫൈ ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് കൊടുക്കാം സെൻറ്റേർഡ് എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കോളം എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതേപോലെ കോളം സെറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.